നമുക്കറിയാം, പ്രിയപ്പെട്ട റസലെ വിട പറഞ്ഞു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ വിഷമമാണ്. കോട്ടയം ജില്ലയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ മിക്കവാറും ബന്ധപ്പെടാനിട വന്ന സമയത്തെല്ലാം സഹാബറസിൽ വിദ്യാർത്ഥി യുവജന പ്രവർത്തകൻ എന്ന രീതിയിൽ ചങ്ങനാശ്ശേരിയിലെത്തുകയും സഹാവ് VRV ശ്രീധണ്ണൻ, സാമൂല് തുടങ്ങിയ നമ്മുടെ ഇവിടുത്തെ അറിയപ്പെടുന്ന പ്രവർത്തകർ ഇന്ന് ഉള്ളതുപോലെ ശക്തിയായി എല്ലായിടത്തും വന്നിട്ടില്ല. എങ്കിലും ആ പ്രസ്ഥാനത്തോട്ട് വരികയും സംഘടനയെ വളർത്തിക്കൊണ്ടുവരികയും ബഹുജനങ്ങളെ കൂടെ നിർത്തുകയും ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു ചെറുപ്പക്കാരൻ എന്തെന്നില്ലാത്ത രീതിയിലുള്ള ലക്ഷ്യബോധത്തോടു കൂടി വന്നിരുന്നു എന്നുള്ളത് ഓർക്കുന്നു. ഇന്ന് ഞാൻ ഈ പ്രായത്തിൽ എൻ്റെ കൊച്ചനിയുണ്ട്. നിര്യാണത്തിൽ ഇപ്പോൾ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ആ പ്രിയപ്പെട്ട അമ്മ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി, മകള്, മരുമകൻ, ഇവരെല്ലാം നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു. അവരുടെ ആ ദുഃഖത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നിയമസഭ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയങ്കനായ സഹാബ് റസലുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരേ സമിതിയിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടം തൊട്ട് ആരംഭിച്ചതാണ്. അന്ന് മുതൽ ആരംഭിച്ചൊരു വലിയ സൗഹൃദം ജീവിതത്തിൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവസാന കാലം വരെ അത് ഏറ്റവും ഊഷ്മളമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ശക്തനായൊരു പോരാളി, ഒരുപക്ഷെ ഈ ജില്ലയിൽ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനും അതിന് കരുത്തു പകരാനും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും DYFI-യുടെയും CIT-യുടെയും പാർട്ടിയോടും ഒക്കെ തന്നെ ഓരോ ഘട്ടത്തിലൂടെ വളർന്നു വന്ന് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രായം വെച്ച് നോക്കിയാൽ കുറഞ്ഞ കാലം കൊണ്ട് അനുഭവ സമ്പത്ത് കൊണ്ട് ഒരുപാട് ജീവിതത്തെ മനസ്സിലാക്കാനും പൊതുപ്രവർത്തനം തിരിച്ചറിയാനും ഇടപെടുന്ന മുഴുവൻ ആളുകളോടും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നലെ മുതൽ ഇവിടെ വന്ന ഈ ജനാവലിയുടെ വലിയ സാന്നിധ്യം തീർച്ചയായും പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്. പക്ഷെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി കടന്നു വരികയായിരുന്നു. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം സമ്പാദിച്ച വലിയൊരു സൗഹൃദത്തിൻ്റെ ഒരു വലിയ മനസ്സാണ് സത്യത്തിൽ ഈ വീട്ടിലേക്ക് ഒഴുകി വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെയേറെ സൗമ്യതയോടെ ഒരുപക്ഷെ പലപ്പോഴും ആളുകളെ പേര് വിളിക്കുമ്പോൾ ആ വിളിക്കകത്തൊരു കൃത്രിമത്വത്തിൻ്റെ ഭാവം ചിലപ്പം കാണും. പക്ഷെ സഹാബ് റസല് എനിക്ക് പരിചയമുള്ള കാലം മുതൽ എന്നെ വിളിക്കുമ്പോൾ ആ വിളിയിലൊരു സ്നേഹത്തിൻ്റെ ഒരു വാത്സല്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വലിയൊരു അംശമുണ്ടായി ഞാൻ ഓർക്കും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഞാനും ഒക്കെ വ്യത്യസ്തമായ
രാഷ്ട്രീയ ചേരികൾ നൽകുന്ന കാലത്തും എപ്പോഴും കാണിച്ചിട്ടുള്ള വലിയ സൗഹൃദം, ആ ഒരു ആത്മബന്ധം ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ കസേരയിട്ട് വേദിയിലിരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ ജില്ലയിലെ സമുന്നതനായ നേതാവായി മാറിയപ്പോഴും ഓരോ ഘട്ടത്തിലും വരുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ അദ്ദേഹം കാര്യങ്ങൾ മാറി നിന്ന് വീക്ഷിക്കുകയും ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. അത് പല പല പ്രത്യേകത നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഓരോ ഘട്ടത്തിലും ഏതെങ്കിലും രാത്രിയിലായിരിക്കുമല്ലോ, വളരെ വൈകിയാണ്. പക്ഷെ അവിടെ വന്ന് അതേ ഒരിക്കലും വേദിയിലേക്ക് അങ്ങനെ അധികം വരാറില്ല. പക്ഷേ തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ ഇടപെടൽ കൊണ്ടും സംഘടനാ വൈഭവം കൊണ്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പാർട്ടിയെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമായി കോട്ടയം പോലുള്ളൊരു മേഖലയിൽ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ സഖാവ് റസൽ നിർവഹിച്ച വലിയ പങ്കുണ്ട്. ഇവിടെ വാക്കുകൾ കൊണ്ട് ബഹുമാന്യായ മന്ത്രി ഉൾപ്പെടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വലിയൊരു ആത്മബന്ധത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും വളരെ പ്രിയപ്പെട്ട, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സ്നേഹവും അതോടൊപ്പം തന്നെ ഒരുപാട് അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട റസൽ അവിചാരിതമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ലോകത്തോട് വിടവാങ്ങി വേണ്ടപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന ഒരു വലിയ വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെയും പാർട്ടിയുടെയും നമ്മുടെ ഈ പൊതുസമൂഹത്തിൻ്റെയൊക്കെ വേദനയിലും പ്രയാസത്തിനും ഞാൻ പങ്കുചേരുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. CPI-യുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് BB ബിനു സംസാരിക്കും. വളരെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സഖാവ് എ.വി. റസൽ അപ്രതീക്ഷിതമായ ഒരു വേർപാട് ഒരു നാടിന് തന്നെ വലിയ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് എന്ന് നമുക്കറിയാം. രോഗബാധിതനായി സഖാവ് മാറിയപ്പോഴും വളരെ പെട്ടെന്ന് അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ പറയുമായിരുന്നു. ആശുപത്രിയിൽ ചെന്ന് ഓപ്പറേഷന് ശേഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനം കൂടിയ യോഗത്തിലും സഖാവ് രഘുനാഥനുമായി ആ യോഗത്തിൽ വെച്ച് ഓൺലൈനിൽ അവിടെ നടന്ന സംഭവങ്ങൾ സംസാരിക്കുകയും ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും വളരെ സജീവമായി ആശുപത്രിയിലെ ഓപ്പറേഷന് ശേഷവും ഇടപെട്ട പ്രിയപ്പെട്ട സഖാവിനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു വേർപാട് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഒരു നല്ല പൊതുപ്രവർത്തകൻ, ഒരു നല്ല കമ്മ്യൂണിസ്റ്റ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ തേരാളിയായിരുന്നു നമ്മുടെ ജില്ലയിൽ സഖാവ് റസൽ എന്നറിയാം. ഇടപെട്ട എല്ലാ മേഖലകളിലും വളരെ സൗമ്യമായി, വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ എന്നുള്ള നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ, വളരെ പക്വതയോടുകൂടി പ്രവർത്തിക്കാൻ സഖാവ് റസലിൻ്റെ ഇടപെടലുകൾ നമ്മുടെ നാടിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തേകുന്നതായിരുന്നു എന്നുള്ള യാതൊരു തർക്കമില്ല. അപ്രതീക്ഷിതമായ സഖാവ് റസലിൻ്റെ വേർപാടിൽ ഈ നാടിനും ഈ പൊതുസമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഉണ്ടായ നഷ്ടത്തിൽ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കൗൺസിലിന് വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. DCC പ്രസിഡന്റ് ശ്രീ നാട്ടം സുരേഷ്. പ്രിയപ്പെട്ട സ്നേഹിതൻ റസലിൻ്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. വളരെ അടുത്ത സൗഹൃദം അതിന് തമ്മിലുണ്ടായിരുന്നു. അത് സമീപകാലത്ത് തുടങ്ങിയതല്ല, ഏറെക്കാലമായിട്ടുള്ള ബന്ധം. രാഷ്ട്രീയമായ രണ്ട് ചേരിയിൽ നിൽക്കുമ്പോഴും ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴും ആ ബന്ധത്തിൽ ഒരു ഉലച്ചിൽ വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞാനും റസലും തമ്മിൽ, റസൽ സെക്രട്ടറിയും ഞാൻ DC പ്രസിഡന്റിന് ശേഷം പല സംവാദങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. പ്രസ് ക്ലബ്ബ് നടത്തുന്ന
സമീപകാലത്ത് നടത്തിയിട്ടുള്ള എല്ലാ സംവാദങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചാണ്. അത്തരം സംവാദങ്ങളിലൊക്കെ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി അഗ്രസീവ് ആകാറുണ്ട്. പക്ഷേ റസൽ എത്ര സൗമ്യമായിട്ടായിരുന്നു ആ സംവാദത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. വളരെ നല്ല പഠനത്തോടു കൂടിയാണ് അദ്ദേഹം അത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നത്. ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും വ്യക്തതയുള്ള മറുപടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ വലിയ സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് അറിഞ്ഞ് മിനിറ്റുകൾക്കകം ഞാൻ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. ഞാനവിടെ ചെന്നതിന് ശേഷം നിരവധിയായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് വന്നു. അവർക്കെല്ലാം റസലിനെ കുറിച്ച് പറയാൻ, ആ റസലിൻ്റെ സ്നേഹവും സൗഹൃദവും പറയാൻ അവർക്കെല്ലാം വലിയ നാവായിരുന്നു. രാഷ്ട്രീയ മാന്യതയുടെ ഒരു മുഖമെന്ന് ഞാൻ റസലിനെ കുറിച്ച് പറയും. ഞാൻ അവിടെ അന്നും എന്നോട് ചാനലുകാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതിലൊന്നെങ്കിലും പറയാതെ പോയാൽ അതൊരു നന്ദികേടാണ്. ഞങ്ങളുടെ വൈക്കത്ത് വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുക വലിയ പരിപാടിയാണ് നടക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയും അവിടെ തന്നെ ഉണ്ട്, അതേ മൈതാനം. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയാണ് ആദ്യം. അവിടെ റെസ്റ്റ് ഹൗസിൻ്റെ വലിയൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. പക്ഷെ ആ ബോർഡ് സ്ഥാപിക്കാൻ അവിടെ വന്നപ്പോൾ അവിടെ CPM-ൻ്റെ ഒരു ബോർഡ് അതേ വലിപ്പത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ പ്രയാസമായിരിക്കും. ഞാനിവിടുത്തെ ലോക്കൽ CPM നേതാക്കന്മാരോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് അത് മാറ്റുന്നതിലുള്ള ബുദ്ധിമുട്ട് അവരെന്നോട് പറയും. ഞാൻ അപ്പോൾ തന്നെ റസലിനെ വിളിച്ചു. ഞാൻ പറയും, റസലെ, ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റിയിട്ട് ഞങ്ങൾ മാറ്റാം, സഹായിക്കണമെന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് റസൽ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ആളുകളൊന്നും ഇപ്പോൾ സുരേഷിനെ കാണും, സുരേഷ് അവിടെ ഉണ്ടോ? നമ്പറുണ്ട്. 2 മിനിറ്റ് പോലും എടുത്തില്ല. അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം എൻ്റെ അടുത്ത് പോയി എന്നെ വിളിച്ചുകൊണ്ട് പോയി റസൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ആ ബോർഡ് അവിടെ മാറ്റാൻ എൻ്റെ പണിയാരെ കൊണ്ട് തന്നെ, ഞങ്ങളുടെ പണിയാരെ കൊണ്ട് തന്നെ അത് മാറ്റിച്ചു. ഞങ്ങളുടെ ബോർഡ് വെച്ചു. പിറ്റേ ദിവസം ഞങ്ങളുടെ ബോർഡ് മാറ്റി CPM-ൻ്റെ ബോർഡ് അവിടെ വെച്ചു. ഞാൻ പറഞ്ഞത് അത്ഭുതപ്പെട്ടു. അത്രയും വലിയൊരു രാഷ്ട്രീയ മാന്യത, അത് ഒരുപക്ഷെ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആരിൽ നിന്നും ഉണ്ടാകില്ല അത്രയും വലിയ രാഷ്ട്രീയ മാന്യത. അതൊരു വലിയ മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ തൻ്റെ രാഷ്ട്രീയത്തിൽ, തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും അതിൻ്റെ ശക്തനായ വക്താവായി മാറുമ്പോഴും ഇതര രാഷ്ട്രീയക്കാരെയും ആ പ്രസ്ഥാനങ്ങളെയും അംഗീകരിക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് പ്രിയപ്പെട്ട സ്നേഹിതനുണ്ടായിരുന്നു. റസലിൻ്റെ വേർപാട് വളരെ ആകസ്മികമായി പോയി. ആശുപത്രിയിലൊക്കെ പോകുന്നതിൻ്റെ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വിളിച്ച് സംസാരിച്ചാണ്. അപ്പം വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ചെറിയ കാര്യമുള്ള സുരേഷ്, കുഴപ്പമൊന്നുമില്ല. വലിയ പ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാം. പക്ഷേ ആ രോഗവുമായി ബന്ധപ്പെട്ടെല്ലാം മരണം സംഭവിച്ചു. റസല് ഇന്ന് ഓർമ്മയാകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട റസലിൻ്റെ പ്രോജ്വലമായ സൗഹൃദത്തിൻ്റെയും വ്യക്തിജീവിതത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും എല്ലാം മുന്നിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുന്നു. എൻ്റെ പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുശോചനവും ആദരാഞ്ജലികളും കുടുംബത്തെയും CPM പ്രവർത്തകരെയും റസലിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.